യെസ്, അപ്പോൾ കോടികൾ പിന്നിടുകയാണ് ഫോളോവേഴ്സ് ഒരു വശത്ത്, മറുവശത്ത് കേന്ദ്രം ഈ അക്കൗണ്ടേ പൂട്ടിക്കാനുള്ള ശ്രമങ്ങളും അതും നടക്കുകയാണ്. എന്തൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ? അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഭരണകൂടത്തിനെതിരായി യുവാക്കളുടെ പ്രതിഷേധമാണ് CJP പ്രകടമാക്കുന്നത്. പ്രതിപക്ഷം പലപ്പോഴായി ഉയർത്തിയ വിഷയങ്ങൾ കൃത്യമായ അജണ്ടയായി അവർ മുന്നോട്ട് വെക്കുന്നു. വിരമിക്കുന്ന അഭിഭാഷകർക്ക് രാജ്യസഭാ സീറ്റ് നൽകരുത്, അർഹരായ ഒരാളെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ UAPA ചുമത്തണം തുടങ്ങി 5 അജണ്ടകളാണ് CJP പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. വിശദാംശങ്ങൾ നോക്കാം. സായ്കുമാർ ചേരുന്നുണ്ട്. സായ്കുമാർ, ഇവരുടെ 5 അജണ്ടകൾ നോക്കുമ്പോൾ തന്നെ അത് കൃത്യമായി രാഷ്ട്രീയം പറയുന്നുണ്ട്. മറ്റൊന്ന്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധി നേരിട്ട നീറ്റ് പരീക്ഷ റദ്ദാക്കലുമായി ബന്ധപ്പെട്ടൊക്കെ അവർ വലിയ ഒരു മൂവ്മെന്റിലേക്കാണ് കടന്നിരിക്കുന്നത്. ഒരുപാട് ആവശ്യങ്ങൾ, അതിപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ അടക്കം നോക്കിക്കഴിയുമ്പോൾ പല പ്രവർത്തനങ്ങളിലേക്കും അവർ കടന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അജണ്ട എന്താണ്? ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? തീർച്ചയായും റോഷ്നി, നേരത്തെ നോബിളും ആദിലും സൂചിപ്പിച്ചതുപോലെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തോട് പ്രതിഷേധ സൂചകമായി തുടങ്ങിയ ഒരു കൂട്ടായ്മയിൽ നിന്ന് മാറി കൃത്യമായൊരു പ്രതിപക്ഷ സ്വരമുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഇന്ന് CJP മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ നയപരിപാടികളടക്കം അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായി ഭരണകൂടത്തോടുള്ള ഒരു എതിർപ്പും യുവാക്കളെ അടക്കം അണിചേർക്കാനുള്ള ഒരു ആഹ്വാനവും കൃത്യമായി അവരുടെ നയപരിപാടികളിലും ലക്ഷ്യങ്ങളിലും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രധാനമായും ഇതുവരെ 5 ലക്ഷ്യങ്ങളാണ് CJP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് നേരത്തെ പറഞ്ഞതുപോലെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശമാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ തന്നെ ഉണ്ടാകാനുള്ള ഒരു കാരണമായത്. ഇപ്പോൾ നമുക്കറിയാം, രാജ്യത്ത് പല ജഡ്ജിമാരും വിരമിച്ചതിന് ശേഷം രാജ്യസഭാ സീറ്റ് പോലെയുള്ള പല സുപ്രധാന പദവികളിലേക്കും എത്തുന്നുണ്ട്. അങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസിനും വിരമിച്ച ശേഷമുള്ള പ്രതിഫലമായി തങ്ങൾ രാജ്യസഭാ സീറ്റ് നൽകില്ല, അങ്ങനെ നൽകരുത് എന്നാണ് CJP പറയുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ വോട്ടവകാശം കവർന്നെടുക്കുന്ന പലതരത്തിലുള്ള പ്രവണതകൾ കാണുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പൗരന്റെ വോട്ടവകാശം കവർച്ച ചെയ്യപ്പെട്ടാൽ അത് രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കും, തീവ്രവാദ പ്രവർത്തനമായി കണക്കാക്കും. ആരുടെയെങ്കിലും വോട്ടവകാശം ഇല്ലാതാക്കിയാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ UAPA ചുമത്തണം എന്നതാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, രാജ്യത്ത് ഇപ്പോൾ സജീവമായി ചർച്ചയായ വനിതാ സംവരണമാണ്. പാർലമെന്റിന്റെ അംഗബലം വർദ്ധിപ്പിക്കാതെ സ്ത്രീകൾക്ക് 33% 50% തന്നെ സംവരണം നൽകും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് മന്ത്രിമാരിൽ പകുതിയും വനിതകൾക്കായി സംവരണം ചെയ്യും എന്നതടക്കമുള്ള സുപ്രധാനമായ രാഷ്ട്രീയ വിഷയങ്ങളും CJP പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസുകൾ റദ്ദാക്കും. അത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ്. 5-ാമത്തേതാണ് ഏറ്റവും പ്രധാനം. കൂറുമാറിയ MLAയോ MPയെയോ 20 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും പൊതു പദവി വഹിക്കുന്നതിൽ നിന്നും വിലക്കും എന്നിവയാണ് ഈ 5 വാഗ്ദാനങ്ങളായി CJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ അവകാശപ്പെടുന്നത് ഇത്ര വലിയൊരു പിന്തുണ, അതായത് കോൺഗ്രസിനെയും BJPയും പിന്നിലാക്കിക്കൊണ്ടുള്ള ഈ ഒരു പിന്തുണ അവർക്ക് കിട്ടുന്നത് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ഭരണകൂടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ തങ്ങൾ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് ഇത്ര വലിയൊരു പിന്തുണ തങ്ങൾക്ക് കിട്ടിയത് എന്നാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമല്ല, ഇത് ന്യായമായി ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ്. അതിനുവേണ്ടിയാണ് തങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ഈ 5 കാര്യങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് CJP പറയുന്നത്. ഇപ്പോൾ ഓരോ നിമിഷവും അതിൻ്റെ ഫോളോവേഴ്സുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ തലവേദനയായി കേന്ദ്രത്തിന് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പലതരത്തിൽ അവരുടെ അക്കൗണ്ടുകൾക്കടക്കം പൂട്ടിടാനുള്ള ഒരു പ്രവണത നീക്കം നടക്കുന്നത്. എന്തായാലും ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറെ കൂടി ഒരു സംഘടിതമായ രൂപത്തിലേക്ക് പോകാൻ തന്നെയായിരിക്കും എന്തായാലും CJPയുടെ നീക്കം. യെസ്, സായ്കുമാർ വിവരിച്ചതാണ് CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ.